നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. പ്രതി അഫാനെ കാണണമെന്നാവശ്യപ്പെട്ട് ചികിത്സയിലുള്ള മാതാവ് ഷെമി. ഇത്രയും കാലം ചികിത്സയിലായിരുന്ന ഷെമി ആദ്യമായിട്ടാണ് അഫാനെ കാണണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഷെമി ഇത്രയും കാലം. അതായത് അഫാൻ വലിയ ക്രൂരമായ രീതിയിൽ ഈ ഷെമിയെ ആക്രമിച്ചിരുന്നു. അവർ ഇത്രയും കാലം ചികിത്സയിലായിരുന്നു. ഇവരെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഐസിയുലായിരുന്നു. ഐസിയുവിൽ നിന്നുമാണ് ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഷെമിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. അഫാന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ച് ഷെമിയെ ബന്ധുക്കൾ അറിയിച്ചു. നേരത്തെ അഫ്സാന്റെ, അതായത് ഇളയ മകന്റെ മരണ വാർത്ത മാത്രമേ ഷെമിയെ അറിയിച്ചിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഷെമിയുടെ ആരോഗ്യനിലയൊക്കെ മോശമായിരുന്നു. എന്തായാലും ഇപ്പോൾ ബാക്കിയുള്ളവരുടെ, അതായത് അഫാൻ സൽമ ബീബി, അതായത് പിതൃ മാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയതും പിതൃ സഹോദരൻ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ, അതുപോലെ തന്നെ അഫാന്റെ സുഹൃത്ത് ഫർസാന, ഇവരെ 4 പേരെയും കൊലപ്പെടുത്തിയ വിവരവും കൂടി ഷെമിയെ അറിയിച്ചു. ഫെബ്രുവരി 24 വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. ഇത്രയും ദിവസത്തിനിടയിൽ ഇന്നലെയാണ് ഷെമിയോട് ഈ മരണ വാർത്തകൾ മുഴുവനായി അറിയിച്ചത്. ഇളയ മകൻ അഫ്സാന്റെ മരണ വിവരം മാത്രമേ നേരത്തെ അറിയിച്ചിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ ഷെമിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അതുകൊണ്ട് മറ്റുള്ളവരുടെ മരണ വിവരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഇളയ മകന്റെ മരണ വാർത്ത അറിഞ്ഞതോടെ താനും ആത്മഹത്യ ചെയ്യുമെന്നും അഫാന്റെ മാതാവ് പറഞ്ഞിരുന്നു. ബന്ധുക്കളോട് തനിക്ക് മരിക്കണം, തനിക്ക് മകന്റെ അടുക്കലേക്ക് പോകണം എന്നൊരു പ്രതികരണമായിരുന്നു അഫ്സാന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഷെമി നടത്തിയത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കൊക്കെ ഒരു ഭയമുണ്ടായിരുന്നു. ഇളയ മകന്റെ കൂടെ പോകുമെന്ന് പറയുമ്പോൾ അത് ആത്മഹത്യ ചെയ്യുമോ എന്നതടക്കമുള്ള ഭയമുള്ളത് കൊണ്ട് തന്നെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്ന ഒരു ശ്രമത്തിലായിരുന്നു ബന്ധുക്കൾ ആയിരുന്നത്. എന്തായാലും മകനെ കാണണം എന്നൊരു ആവശ്യം ആ അമ്മ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് അഫാനെ കാണണം എന്നൊരു ആവശ്യം ആ അമ്മ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്. അതായത് അഫാനാണ് ഈ ഉമ്മയെ ആക്രമിച്ചത്. അഫാൻ അത് ഏറ്റുപറയുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ 6 പേരെ കൊല്ലാൻ ലക്ഷ്യമിട്ട് അഫാന്റെ കയ്യിൽ നിന്നും ഈ മാതാവ് തലനാരിഴയ്ക്കാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. അതിക്രൂരമായിട്ടായിരുന്നു ഈ മാതാവിനെ അഫാൻ ആക്രമിച്ചത്. അപ്പോൾ ബോധം വന്നപ്പോൾ ഷെമിയുടെ മൊഴിയെടുത്ത് മജിസ്ട്രേറ്റ് മൊഴി ശേഖരിച്ചപ്പോൾ താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന മൊഴിയായിരുന്നു മാതാവ് മുന്നോട്ട് വെച്ചത്. അതായത് തൻ്റെ മകൻ ആക്രമിച്ചതാണ് എന്ന ആ ഒരു സത്യം മറച്ചു വെച്ച് മകനെ സംരക്ഷിക്കാനായി താൻ കട്ടിലിൽ നിന്ന് വീണാണ് ഇത്തരത്തിൽ തനിക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയത് എന്നൊരു മൊഴിയായിരുന്നു ഷെമി നൽകിയത്. എന്തായാലും ഇപ്പോൾ സത്യങ്ങളെല്ലാം ഷെമി അറിഞ്ഞിരിക്കുകയാണ്. ഇനി ഷെമിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെമിക്ക് പറയാനുണ്ടാകും. പ്രത്യേകിച്ച് ആ കൊലപാതകം നടന്ന ദിവസം എന്തായിരുന്നു ശരിക്കും അത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് അഫാൻ എന്തുകൊണ്ടൊരു അക്രമാസക്തനായി മാറി, അവിടെ എന്താണ് അന്ന് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തത വരുത്താൻ ഷെമിക്ക് കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ആദ്യം അഫാൻ ആക്രമിച്ചത് ഷെമിയെയാണ്. അതിനുശേഷമാണ് ഷെമി കൊല്ലപ്പെട്ടു എന്ന് കരുതി നേരെ സൽമ ബീവിയുടെ അടുത്ത് പോവുകയും സൽമ ബീവിയെ ആക്രമിക്കുകയും അതിനുശേഷം നേരെ ലത്തീഫിന്റെ വീട്ടിൽ ചെന്ന് ലത്തീഫിനെയും ഭാര്യയും ആക്രമിച്ചു. അതിനുശേഷം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അഫാൻ കാണുന്നത്, ഇവരെല്ലാം ആക്രമിച്ച ശേഷം വീട്ടിൽ തിരിച്ചെത്തി അഫാൻ കാണുന്നത്, അതായത് ഉമ്മയുടെ ഞെരുക്കം, അതായത് ഉമ്മ മരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഞെരുക്കം മുറിയിൽ നിന്ന് കേട്ടു. അപ്പോൾ വീണ്ടും ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയെ അതിക്രൂരമായി അഫാൻ ആക്രമിക്കുകയും ചെയ്തു. ഉമ്മ മരിച്ചെന്ന് കരുതിയിട്ടാണ് പിന്നെ ഫർസാനെ വിളിച്ചു വരുത്തുന്നു, ഫർസാനെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അഫ്സാനെ, അതായത് സ്വന്തം അനിയനെയും കൊലപ്പെടുത്തുന്നു. അങ്ങനെ അതിക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു ഈ അഫാൻ ചെയ്തു കൂട്ടിയത്. എന്തായാലും ഈ സ്വന്തം മകൻ ചെയ്തു കൂട്ടിയ ഈ അതിക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ആ വാർത്തകളൊക്കെ ആ ഉമ്മ അറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും മറ്റു നിർണായകമായ പല വിവരങ്ങളും ഷെമിക്ക് നൽകാനാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ഇനി ആകും എന്ന് തന്നെയാണ്. ഷെമിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചോദ്യം ചെയ്യൽ എന്ന തരത്തിലേക്കൊക്കെ, മൊഴിയെടുക്കൽ എന്ന തരത്തിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് നീങ്ങാനാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 24 വെഞ്ഞാറമൂട് കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലുമായിരുന്നു 5 കൊലപാതകങ്ങൾ അഫാൻ നടത്തിയത്. ഷെമി ആക്രമിച്ചപ്പോൾ മരിച്ചെന്ന് അഫാൻ കരുതിയിരുന്നു. എന്നാൽ ഷെമി മരിച്ചിട്ടില്ല എന്ന വിവരം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് അഫാൻ ജയിലിൽ നിന്നാണ് ആ വിവരം അറിഞ്ഞത്.
പിതാവിന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ഒന്നാണ് ഈ കേസ്. അഫാനെ ചൊവ്വാഴ്ച കൊലപാതകം നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. പണം ചോദിച്ചിട്ട് നൽകാത്തതിലെ വൈരാഗ്യത്തിലാണ് അഫാൻ പിതാവിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫിനെയും ഭാര്യ സൽമ ബീവിയെയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. അഫാന് കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് ഇനി വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് താൻ ഈ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയതെന്ന അഫാന്റെ മൊഴി ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തോളം ഒരു സാമ്പത്തിക ബാധ്യത വന്നത്, മറ്റിടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് 70 ലക്ഷത്തിന്റെ കടമുണ്ട് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഈ കടത്തെപ്പറ്റി തനിക്കറിയില്ല എന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പ്രതികരിച്ചത്. വിശദമായ അന്വേഷണത്തിൽ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മൊഴി ഈ ഒരു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴും തെളിവെടുപ്പ് നിർണായകമാണ്. പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് താൻ എന്തുകൊണ്ട് ഇവരെയൊക്കെ കൊലപ്പെടുത്തി എന്ന കാര്യത്തിൽ അഫാൻ ഒരു ശരിയായ ഒരു ഉത്തരം നൽകുന്നുള്ളൂ. പ്രത്യേകിച്ച് നേരത്തെ താൻ ഉമ്മയും അതുപോലെ തന്നെ അനുജനെയും അതുപോലെ തന്നെ തൻ്റെ കാമുകിയും ഒക്കെ കൊലപ്പെടുത്തിയത് അവരോട് തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്, അതുമാത്രമല്ല അവർക്ക് താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു അഫാൻ പറഞ്ഞത്. പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ അഫാനിൻ്റെ മൊഴിയിൽ വ്യത്യാസം വന്നു. അതായത് കൊടും പകയോടെ തന്നെയാണ് ഇവരെല്ലാം ആക്രമിച്ചതും. ഈ ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു മാല ഫർസാന വീട്ടിൽ തിരിച്ചു ചോദിച്ചു. കാരണം വീട്ടിൽ ഫർസാനയോട് മാല അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാല തിരിച്ചു ചോദിച്ചതിൻ്റെ വൈരാഗ്യത്തിലാണ് ഫർസാനയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. മാത്രമല്ല അഫ്സാനോടും അനിയനോട് തീരാത്ത പകയുണ്ട്. മാത്രമല്ല അനിയനെ കൊന്നതിൽ തനിക്ക് യാതൊരു വിഷമവുമില്ല എന്നതടക്കമുള്ളൊരു നിലപാടിലാണ് പ്രതിയായിരിക്കുന്നത്. എന്തായാലും ലത്തീഫിനെ കൊലപ്പെടുത്തിയത്, അതായത് പിതൃസഹോദരനെ കൊലപ്പെടുത്തിയത്, പിതൃസഹോദരൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ആക്ഷേപിച്ചിരുന്നു, പരിഹസിച്ചിരുന്നു. മാത്രമല്ല ഈ ലത്തീഫ് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ വലിയൊരു കടത്തിലേക്ക് പോകും എന്ന വലിയൊരു മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ഉപദേശം, ഇത്തരത്തിലുള്ള പരിഹാസം ഇതൊന്നും തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇതൊന്നും തനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് താൻ ലത്തീഫിനെ വകവരുത്തിയത്. പക്ഷേ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദയെ കൊല്ലണമെന്ന ഉദ്ദേശമില്ലായിരുന്നു. ലത്തീഫിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ഷാഹിദയും വകവരുത്തുകയായിരുന്നു എന്നാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഈ ഒരു കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യലിൽ മാത്രമേ യഥാർത്ഥ കാരണം എന്താണ്, അല്ലെങ്കിൽ ഇത് തന്നെയാണോ കാരണം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും. എന്തായാലും തെളിവെടുപ്പൊക്കെ പുരോഗമിക്കുകയാണ്. അതേസമയം അഫാൻ ഈയിടയ്ക്ക് ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് തെളിവെടുപ്പിന് ഇറങ്ങും മുൻപായിരുന്നു ശുചിമുറിയിലേക്ക് പോകണമെന്ന് അഫാൻ ആവശ്യപ്പെടുകയും അവിടെ തലകറങ്ങി വീഴുകയും ചെയ്തത്. തുടർന്ന് കയ്യിലെ വിലങ്ങ് നീക്കി ഇയാളെ ആശുപത്രിയിലൊക്കെ മാറ്റിയിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തലേദിവസം ഉറങ്ങാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വീണതെന്നും വേറെ പ്രശ്നമൊന്നുമില്ല എന്നും ഡോക്ടർമാർ റിപ്പോർട്ട് നൽകുകയും അതിനനുസരിച്ച് ജയിലിലേക്ക് തിരിച്ചു മാറ്റുകയും അന്ന് തന്നെ സൽമാ ബീവിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുകയും സ്വന്തം വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആത്മഹത്യാ ശ്രമമാണെന്ന് സംശയിച്ചിരുന്നു. പക്ഷേ രക്തസമ്മർദ്ദം കുറഞ്ഞതാണ് കുഴഞ്ഞു വീഴാൻ കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.